ഇന്ന് ബൈക്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ടെണ്ണം അടച്ചു കിടക്കണം. പിന്നെ ഞാൻ ഒന്ന് രണ്ടെണ്ണം തിരഞ്ഞു പോയിട്ട് നോക്കണ സമയത്ത് അവിടെ ഫുള്ള് തിരക്ക്. എന്ന് യുദ്ധം നിർത്തണോ അന്ന് നമുക്ക് സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും. കൂട്ടാൻ കിടിലൻ സൂപ്പർ പരിപ്പിടാതെ ഉണ്ടാക്കിന്ന് പറയുന്നില്ല. ഞാൻ എടുത്തുട്ടോ, ഞാൻ ബാക്കി എടുത്തു വെച്ചാരാ. Good morning, guys. Welcome to my new vlog. എന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ ക്ഷീണം, എത്ര ഉറങ്ങിയാലും ഉറങ്ങി മതിയാവാതെ പോലെ ഉണ്ട്. നല്ല ഉറക്കമുണ്ട് സത്യം പറയാലോ. ഇന്നും കൂടി ഒന്ന് ലീവ് കിട്ടുമെന്ന് ഉറങ്ങിയാൽ നന്നായിട്ടുണ്ടെന്ന്. ഇത് നിങ്ങളുടെ രണ്ടാളുടെ ഐക്കോണിക് മാലയാണല്ലേ? അവളുടെ കഴുത്തിലുണ്ട് ഒരു മണി മാല. എനിക്ക് മുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് പേൾസ്. ഇതൊക്കെ ഇട്ടിട്ടാണ് മാർവടിയോടെ നോക്കിയത്. എന്തിനാ അങ്ങനത്തെ കേട്ടുന്നത്? ഇതിട്ടിട്ട് എന്നതായത് ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് ഇടുന്നുണ്ട്. ഇതൊക്കെ ഇടുന്ന മുന്നേ ആദ്യം ബ്രാഹ്മിനാണോ ചോദിച്ചിരുന്നു. ഞാൻ പറയും പ്യുവർ നോൺ വെജിറ്റേറിയൻ ആണ് പറഞ്ഞ് ഞെട്ടിപ്പോകും. കാർണിവോർ എന്ന് പറയണ്ടേ. കഴിഞ്ഞ മറ്റേ സ്കൂളിൽ ഇമ്മാക്കുലേറ്റില്ല, ആ സ്കൂളിൽ ജോലി ചെയ്തപ്പോൾ ഒരു മിസ്സുണ്ട്. അവർ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് നിന്നാണ് കഴിക്കുന്നത്. അവർ പറയും അടുത്തുനിന്ന് ശരി അടുത്ത് വേറെ ഒരു മിസ്സിൻ്റെ അടുത്ത്, അയ്യോ അടുത്തിരിക്കാൻ ബ്രാഹ്മീനാ തോന്നുന്നുണ്ട്, ഞാൻ വേറെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, എന്താ വിചാരിക്കാവോ? എനിക്കത് കേട്ടു. പിന്നെ ഉടനെ കുറച്ച് 5-10 മിനിറ്റ് കേട്ട് ബ്രാഹ്മീനാണോ എന്ന് ചോദിച്ചു. ഞാൻ പ്യുവർ നോൺ വെജിറ്റേറിയൻ വരുമ്പോൾ ചിരിക്കുക. ഷോ ഞാൻ നിങ്ങളെ ബ്രാഹ്മീനാണോ എന്ന് വിചാരിച്ചു. ഇന്ന് ബൈക്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ പോയി. കാരണം പെട്രോൾ വളരെ കുറവായിരുന്നു, റെഡ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ടെണ്ണം അടച്ചു കിടക്കണം. പിന്നെ ഞാൻ ഒന്ന് രണ്ടെണ്ണം തിരഞ്ഞു പോയിട്ട് നോക്കണ സമയത്ത് അവിടെ ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് കയറണമെങ്കിൽ ക്യൂ നിന്നിട്ട് പതുക്കെ നിരങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എത്തുള്ളൂ. അതിന് മാത്രം ആൾക്കാർ. ഇത് എന്ന് തീരും, എന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നത് ഇറാൻ്റെ അവിടുത്തെ പ്രശ്നങ്ങളും ആ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് കാരണം. ഇങ്ങോട്ട് ചരക്ക് എത്തുന്നില്ല, പെട്രോൾ എത്തുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിലുണ്ടാവും അല്ലേ? മിക്കവാറും ഇത് ഇന്ത്യ മൊത്തം ഇതിൻ്റെ ഒരു അല അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആവശ്യമുള്ളവർ ഈ പറയുന്ന പോലെ പെട്രോൾ വാങ്ങിച്ച് വെച്ചാൽ അവർക്ക് ഓക്കെ, ഇല്ലെങ്കിൽ ശരിക്കും പെടും. ഞാൻ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ ബക്കറ്റിലും ക്യാനിലൊന്നും വാങ്ങിക്കൊണ്ട് വന്ന് നമ്മൾ സൂക്ഷിച്ചിട്ടില്ല. എന്തെങ്കിലും ഇതിനൊരു തീരുമാനം ആയില്ലെങ്കിൽ ഇന്ത്യ മൊത്തം പെടും. കാരണം എന്താ, പച്ചക്കറിക്ക് ഇനി വില കൂടും, സാധനങ്ങൾക്ക് മൊത്തം വില കൂടും. കാരണം ഇതൊക്കെ പെട്രോൾ ഉണ്ടെങ്കിലല്ലേ വണ്ടിയിൽ ഇങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ പെട്രോളിന് വില കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ലോഡ് എല്ലാറ്റിനും വില കൂടില്ലേ സ്വാഭാവികമായിട്ടും. മൊത്തത്തിൽ നല്ല കോമഡിയാണ് നടക്കാൻ പോകുന്നത്. ലോകം മൊത്തം സ്തംഭിക്കുന്നൊരവസ്ഥയിലാണ് ഇനി എത്താൻ പോകുന്നത്. ഫിനാൻഷ്യൽ റിസഷൻ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരവസ്ഥയാണ് ഇനിയിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരൊറ്റ വാറ് കാരണം. എന്ന് യുദ്ധം നിർത്തണോ അന്ന് നമുക്ക് സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും. അമ്മ പറഞ്ഞു ഗോതമ്പം കൊണ്ടുപോയിട്ട് ഉണക്കാനിടാൻ. ഇന്നലെ ഉണക്കാട്ടതാണ്. എന്നാലും ലൈറ്റായിട്ടൊരു നനവ് ഇതിൽ ഉള്ള പോലെ വിരിച്ചിട്ടിരിക്കണ ഈ ഇതുണ്ടല്ലോ പായേൻ്റെ മുകളിൽ ചെറിയൊരു നനവുള്ളതുകൊണ്ടാണെന്നാണ് തോന്നണത്. അപ്പോൾ അത് കൊണ്ടുപോയി ഒന്നുകൂടി ഉണക്കാനിടണം. എന്നാൽ വൈകുന്നേരം കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം. ട്യൂഷൻ ക്ലാസ് അവിടെ ബാൽക്കണിയിലായതുകൊണ്ട് ഫുള്ള് ജിം എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ ഹാളിലാണ് വെച്ചിരിക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ. ഇതോ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ വർക്കൗട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കാറായോ? ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന രീതി വളരെ ഡിഫറെൻ്റാണ്. എണ്ണ വയ്ക്കുന്നു, അതിനകത്തേക്ക് ഉള്ളി ഇടുന്നു, അതിനുശേഷം തക്കാളി ഇടുന്നു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി എല്ലാം അതിനകത്തോട്ട് എടുത്തിടുന്നു, ഉപ്പ് എടുത്തിടുന്നു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വാട്ടി എടുത്തതിന് ശേഷം നേരെ അതിനകത്തോട്ടേക്ക് ഉരുളക്കിഴങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് അപ്പുറത്തെ പാത്രത്തിൽ വെച്ച് വേവിക്കുന്നു. അത് ഇതിനകത്തോട്ട് എടുത്തിടുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം തിളച്ചതിന് ശേഷം വെന്തതിന് ശേഷം അതിന് ശേഷം എന്താ വേറെ ഒന്നുമില്ല, പുളി വാർന്നു ഒഴിക്കുന്നു, വാട്ടി വെച്ച വെണ്ടയ്ക്ക് എടുത്ത് അതിനകത്തിടുന്നു. പരിപാടി കഴിഞ്ഞു. ഒന്ന് കടുകും മുളകും പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. സിമ്പിൾ പ്രോസസ്സാണ്. 2 മണി ആവാനായി. നമ്മളെ ചോറുണ്ടാകുമെന്ന് വിചാരിച്ചു, കാരണം ഇന്നിപ്പോൾ സാമ്പാറുള്ളതല്ലേ. അതേപോലെ ഇതാ ഉണക്കമീനുണ്ട്. ഉപ്പേരി പിന്നെ ഉണ്ടാക്കിയില്ല, ലേശം മടി പിടിച്ചു. അതിന് നാളെ ഉണ്ടാക്കാം. അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കാൻ തോന്നിയില്ല. ഇതിൻ്റെ പ്രത്യേകത ഈ സാമ്പാറിനകത്ത് പരിപ്പ് ഇട്ടിട്ടില്ല. ഗ്യാസ് വയറ് ബ്ലോക്ക് ആക്കുന്നുണ്ട്. 2:15 ഭക്ഷണമൊക്കെ കഴിച്ചതാ കമ്പ്യൂട്ടറിൻ്റെ മുകളിലേക്ക് ഇരിക്കാൻ പോവാണ്. കുറച്ച് വീഡിയോ വെട്ടി നുറുക്കാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്. ഹലോ ബേബി, ഹൗ ഈസ് മൈ സാമ്പാർ? വായിൽ വെച്ചിട്ടില്ല, കുട്ടിക്ക് ഇത് എടുത്ത് കൊടുക്കണേ. എന്നാ വായിൽ വെക്കൂ. ഉണക്ക വറുത്തത് സൂപ്പറായിട്ട്. കൂട്ടാൻ കിടിലൻ സൂപ്പർ പരിപ്പിടാതെ ഉണ്ടാക്കിന്ന് പറയുന്നില്ല. ഞാൻ എടുത്തുട്ടോ, ഞാൻ ബാക്കി എടുത്തു വെച്ചാരാ. പരിപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഗ്യാസിന്റെ ഇതൊക്കെ കുറച്ച് കുറവായി കിട്ടും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുമായിരുന്നു.
സൂപ്പറായിട്ടുണ്ട്. ഇന്നത്തെ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? പെട്രോൾ ബങ്കിന്റെ കൂട്ടം അതിനകത്ത് പെട്രോൾ കിട്ടാൻ ഞാൻ പെട്ടപാട് എനിക്ക് വൺ ഹാറായില്ലേ കിട്ടി വരാൻ. എൻ്റെ അമ്മോ വാറല്ലേ നടക്കണ്, എവിടെ എത്തുന്നാവോ? പെട്രോള് ഇല്ല, പിന്നെന്താ ഗ്യാസ് ഇല്ല, കുക്കിംഗ് ഗ്യാസ് ഇല്ല. ഇപ്പൊ പല ഹോട്ടലിലും വിറകാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. കണ്ടു. ഇതിപ്പോ എനിക്ക് ഭയങ്കര ഇത് എവിടെ പോയി നിക്കുവാവോ? അടുത്ത ഒരു ലോക്ക്ഡൌൺ പറയാൻ കേൾക്കുന്നുണ്ട്. അതുപോലെ വെജിറ്റബിളിന് വില കൂടും. ഇന്ന് തൊട്ടന്നെ ലീവ് ഇടാൻ തുടങ്ങി കോളേജില്. സ്കൂളിൻ്റെത് എങ്ങനെ ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ അതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോ അത് എന്തെങ്കിലും തീരുമാനമാവാൻ ചാൻസ് ഉണ്ട്. അറിയില്ല, സ്കൂളിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് സ്കൂൾസ് ലീവ് അത്ര. ഭയങ്കര കഷ്ടം കേട്ടോ. എനിവേ, ഇന്നത്തെ ബാഡ് ന്യൂസോടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു ഇവിടെ. വേറൊരു വ്ളോഗിൽ, കുട്ടി വ്ളോഗിൽ കാണാം നാളെ. ടാറ്റാ.